ആധുനിക ലോകത്തോട് വേദങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. അസാധാരണമെന്ന് നമുക്ക് തോന്നാവുന്ന അത്തരത്തിലുള്ള ഒരു ഉപദേശം ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് സംവാദിക്കാൻ ഈ മന്ത്രം ഏറെ പ്രയോജനം ചെയ്യും. ഓം ഉലുകയാതും ശുശ്രുലുകായതും ജഹി സ്വായതും മുത കോകയാതും സുബർണയാതും മുത ഗൃത്രയാതും ദൃഷദേവ പ്രമണ രക്ഷ ഇന്ദ്ര. ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഒരുപോലെ കടന്നുവരുന്ന അസാധാരണ മന്ത്രം. വശിഷ്ഠനാണ് ഈ മന്ത്രത്തിൻ്റെ ദൃഷ്ടാവ്. എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിലെ ഈ 6 രാക്ഷസന്മാർ ആരൊക്കെയാണ്? 1. മൂങ്ങയെപ്പോലെ ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുക, ഉലുകയാതും. 2. ചെന്നായെപ്പോലെ ക്രൂരമായി പ്രവർത്തിക്കുക, ശുശുലുകയാതും. 3. പട്ടിയെപ്പോലെ അന്യോന്യം മത്സരിക്കുകയും മനുഷ്യൻ്റെ മുൻപിൽ വാലാട്ടുകയും ചെയ്യുക, സ്വായാതും. 4. ചക്രവാക പക്ഷിയെപ്പോലെ കാമത്തോടെ പെരുമാറുക, കോകയാതു. 5. ഗരുഡനെ പോലെ ഗർവോടും അഹങ്കാരത്തോടും ജീവിക്കുക. 6. കഴുകനെ പോലെ അന്യൻ്റെ ശവം കൊണ്ട് ജീവിക്കുക. ഈ 6 രാക്ഷസന്മാരാണ് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇവ നമ്മെ കീഴടക്കുന്നുണ്ടോ എന്ന് നാം വാരം വാരം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രാണനാണ് വശിഷ്ഠനെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്രാണവുമായി വശിഷ്ഠാഹ എന്നും പറയാറുണ്ട്. നമ്മുടെ പ്രാണന് സുഖവും സന്തോഷവും ഉണ്ടാകുമ്പോഴേ മനസ്സും ആത്മാവും ശാന്തമാവുകയുള്ളൂ. നാം പറഞ്ഞു ഇന്നിൻ്റെ ലോകം ഭയാനകമായ സങ്കുചിത വിചാരങ്ങളാൽ മൂടപ്പെട്ടിട്ടുള്ളതാണെന്ന്. എന്നാൽ എങ്ങനെ, ഏതു വിധത്തിലാണ് ആ ഭയങ്കരത നടമാടുന്നതെന്നാണ് ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സാർവജനീനമാണ് വേദത്തിലെ ഉക്തികൾ. മൂങ്ങയും ചെന്നായും പട്ടിയും ചക്രവാക പക്ഷിയും ഗരുഡനും കഴുകനും നമ്മുടെ മനസ്സിൽ കയറിക്കൂടാതെ അനുനിമിഷം കാത്തു സൂക്ഷിക്കുക. 1. ഉലുകയാതും മൂങ്ങ. മൂങ്ങയ്ക്ക് പ്രകാശത്തെ പേടിയാണ്. സത്യത്തിൻ്റെ പ്രതീകമാണല്ലോ പ്രകാശം. സത്യമാകുന്ന പ്രകാശത്തെ പിടിക്കുമ്പോൾ സത്യത്തെ വെറുക്കുന്നവരായി നാം മാറും. സത്യത്തെ നാം അംഗീകരിച്ചേ പറ്റൂ. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കരുത്. പ്രകൃതിയിൽ സംഭവിക്കേണ്ടതാണ് സംഭവിക്കുന്നത്. സത്യത്തെ ത്യജിക്കുന്നതിലൂടെ ഈശ്വരനെയാണ് നാം ത്യജിക്കുന്നത്. സത്യത്തെ ആശ്ലേഷിക്കാത്തവന് എങ്ങനെ ഭക്തിയും ആധ്യാത്മികതയും ഉണ്ടാവും? ഈ ലോകത്ത് നമുക്ക് കിട്ടുന്നതെല്ലാം ജന്മജന്മാന്തരങ്ങളായി നാം ആർജിച്ച പാപപുണ്യ ഫലങ്ങളാണ്. ആ ഫലം നാം കഴിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് സദാ ഓർക്കുക. 2. ശുശുലുകയാതും ചെന്നായ്. ക്രൂരതയാണ് നമ്മുടെ മനസ്സിനെ സമാവേശിക്കുന്ന രണ്ടാമത്തെ രാക്ഷസൻ. ഇത് ചെന്നായെപ്പോലെയാണ്. ചെന്നായ് യാതൊരു മനസ്സലിവുമില്ലാതെ പ്രവർത്തിക്കുന്നു. നമ്മിൽ ചിലരെങ്കിലും ഇത്തരം ക്രൂരതകളിൽ ചെന്ന് വീഴാറുണ്ട്. അപ്പോൾ നമ്മിൽ സ്നേഹത്തിൻ്റെ തരിമ്പും വന്നു കയറില്ല. നോക്കൂ, നാം ആരോടെങ്കിലുമൊക്കെ ക്രൂരതയോട് പെരുമാറിയതിനു ശേഷം ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമോ? ക്രൂരത മനസ്സിലുള്ളവന് ഭക്തിയോ സ്നേഹമോ ഉണ്ടാകുമോ? ഭക്തിയും സ്നേഹവും ഉണ്ടാകണമെങ്കിൽ ക്രൂരത എന്ന ചെന്നായിയെ മനസ്സിൽ നിന്ന് കുടിയിറക്കി വിടാൻ കഴിയണം. 3. സ്വായതും നായയുടെ സ്വഭാവം. മൂന്നാമത്തെ രാക്ഷസൻ നായയാണ്. അന്യോന്യം മത്സരിക്കുന്ന സ്വഭാവമാണ് നായയ്ക്കുള്ളത്. ഭക്തിയും ആധ്യാത്മികതയും ഉള്ളിടത്ത് മത്സരത്തിന് എന്തു പ്രസക്തി? ലോകത്തെ ആകമാനം സ്നേഹിക്കാൻ നാം ഒരുമ്പെടുമ്പോൾ അവിടെ മത്സരത്തിന് എന്താണ് കാര്യം? മറ്റൊരാളേക്കാൾ നന്നായി ചെയ്യാൻ പരിശ്രമിക്കുന്നതിലാണ് മത്സരം ആരംഭിക്കുന്നത്. പക്ഷേ ഉദ്ദേശിച്ച ശുദ്ധിയിലല്ല കാര്യങ്ങൾ ചെന്നെത്തുക. മത്സരങ്ങളെല്ലാം സ്വയം നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനുമാണ്. ഏറ്റവും നല്ലത് ഹൃദയത്തെ നേടുന്നതാണ്. സ്വഹൃദയത്തിൽ നായ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മത്സരിക്കാൻ ശ്രമിക്കും. ഒരു സാധകൻ ആദ്യം എടുക്കേണ്ട തീരുമാനം ഈ നായ സ്വഭാവം സ്വഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാനാണ്. നമുക്ക് കൂടുതൽ തത്വശ്രദ്ധരായി നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാം. അവിടെ മൂങ്ങയ്ക്ക് സ്ഥാനമില്ല, ചെന്നായിക്കും സ്ഥാനമില്ല, നായിക്കും സ്ഥാനമില്ല. നായയുടെ മറ്റൊരു ദൂഷ്യഗുണം അത് യജമാൻ്റെ മുൻപിൽ വാലാട്ടി നിൽക്കും. സ്വന്തം കാര്യത്തിന് ആരുടെ മുൻപിലും സ്വന്തം നില മറന്ന് താൻ എന്തെന്നും തിരിച്ചറിയാതെ വാലാട്ടി നിൽക്കുന്ന പട്ടിയായി നാം മാറരുത്. തൻ്റെ നേട്ടങ്ങൾ തന്നെ തേടി വരുമ്പോൾ നമ്രശിരസ്കനായി അവ സ്വീകരിക്കാം. 4. കോകയാതു ചക്രവാക പക്ഷിയോ ഹംസമോ. മനുഷ്യ മനസ്സിനെ മതിക്കുന്ന 4ാമത്തെ രാക്ഷസൻ കാമമാണ്. ചക്രവാക പക്ഷിയും ഹംസവും കാമാതുരതയുടെ പ്രതീകങ്ങളാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക. അവിടെ 75കാരനും 80കാരനും വളരെ കാമാതുരമായി പെരുമാറുന്നു. ഭക്തി വേണ്ട, സ്നേഹം വേണ്ട, അവയെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു നാം. ഭക്തിയുടെ സ്ഥാനത്ത്, ഭഗവാന്റെ സ്ഥാനത്ത് ഇന്ന് കാമാതുരത താണ്ഡവ നൃത്തം നടത്തുന്നു. അതിൻ്റെ ലാസ്യത്തിൽ നഴ്സറി കുഞ്ഞുങ്ങൾ തൊട്ട് 80 വയസ്സുകാരൻ വരെ മുഴുകിയിരിക്കുന്നു. ഈ രാക്ഷസനെ നാം കുടിയൊഴിപ്പിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ കാമങ്ങൾ, ആഗ്രഹങ്ങൾ കടന്നു വരുന്നതോടെ നമ്മുടെ ഉള്ളിലെ പരാശക്തി അപ്രത്യക്ഷമാകുന്നു. ചണ്ടമുണ്ടന്മാർ അവിടേക്ക് കുടിയേറുന്നു. ചെറുതെങ്കിലും ആഗ്രഹങ്ങൾ ചക്രവാക പക്ഷിയെ പോലെ നമ്മെ കീഴടക്കുമെന്ന് തീർച്ച. 5. സുബർണയാതു ഗരുഡൻ.
അഞ്ചാമത്തെ രാക്ഷസൻ ഗരുഡനെ പോലെ അഹങ്കാരമാണ്. അഹങ്കാരം ഒരു സാധനയ്ക്കും തപസ്സിന് മുന്നോട്ടു പോകാൻ കഴിയാത്തത്ര ശക്തമായ രാക്ഷസവൃത്തിയാണ്. സാധന ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഗതിവിഗതികളിൽ ഭക്തി കുറയുന്നതോടെ അഹങ്കാരം വർദ്ധിക്കും. ഗർവിന് അതിരുകൾ ഉണ്ടാവില്ല. താൻ സാധന ചെയ്യുന്നവനാണ്, താൻ ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലങ്ങൾ ഉണ്ടാകും, അതിനാൽ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിത്യാദി ഗർവുകൾ സാധകനെ പിടികൂടും. ചിലർ പണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഗർവ് കാട്ടുക. മറ്റു ചിലരാകട്ടെ തൻ്റെ സിദ്ധികളിലായിരിക്കും. വേറെ ചിലർ അധികാരത്തിനും സ്വാധീന ശക്തിയിലുമായിരിക്കും ഇത് കാട്ടുക. 6. രുദ്രയാതു, കഴുകൻ. ആറാമത്തെ രാക്ഷസൻ കഴുകനാണ്. അന്യൻ്റെ നാശത്തിൽ നിന്നും സ്വയം നേട്ടങ്ങൾ കൊയ്യുന്നതിൻ്റെ പ്രതീകമാണ് കഴുകൻ. കാരണം കഴുകൻ്റെ കണ്ണുകൾ ശവത്തിലാണ്.